ഡാർക്ക്നെറ്റ് കേസിലെ പ്രതികൾക്കായി NCB നൽകിയ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. അർച്ചന വിനോദ് കൊച്ചിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. അർച്ചന, ഏതൊക്കെ ഉപാധികളായിരിക്കും മുന്നോട്ട്, അതല്ലെങ്കിൽ NCB ഏതൊക്കെ ആവശ്യങ്ങളായിരിക്കും കോടതിക്ക് മുൻപാകെ വെക്കുക ഈ പ്രതികൾക്കായി? കാരണം ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നിരവധി പ്രതികൾ പിടിയിലായിട്ടുണ്ട്. ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണങ്ങൾ പുരോഗമിക്കേണ്ടതുണ്ട്. വിനിഷ, തീർച്ചയായും ഈ ഡാർക്ക്നെറ്റുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. അതിനിടെയാണ് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാനായി NCB ഒരുങ്ങുന്നത്. പ്രധാനമായും 5 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ തീരുമാനം. അതിൽ പ്രധാനമായും എഡിസനെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യും. ശേഷമായിരിക്കും സഹായികളായ മറ്റു പ്രതികളെ ചോദ്യം ചെയ്യുക. ഇന്ന് 4 പേരുടെ കസ്റ്റഡി അപേക്ഷയാണ് നൽകുക. പ്രധാനമായും എഡിസൺ, മറ്റൊന്ന് സഹായിയായ അരുൺ തോമസ്, ഇത് കൂടാതെ ഒരു ദമ്പതികൾ, ഇവരെയാണ് പ്രധാനമായും ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. നേരത്തെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചെങ്കിലും ഇന്ന് പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു. ഇതിൽ പ്രധാനമായും സുരക്ഷാ കാരണങ്ങൾ കാണിച്ചാണ് ഇത്തരത്തിൽ ഇന്നേക്ക് ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയത്. എന്തായാലും വിശദമായി ഇവരെ ചോദ്യം ചെയ്യാനാണ് ഒരുങ്ങുന്നത്. ഒരുമിച്ചിരുത്തിയും ഒറ്റയ്ക്കിരുന്നും എല്ലാം തന്നെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. പ്രധാനമായും വലിയൊരു ശൃംഖല ഇതിന് ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാന കണ്ണിയാണ് ഈ എഡിസൺ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ആളുകൾ പങ്കാളികളായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുക. ഈ റിസോർട്ട് കേന്ദ്രീകരിച്ച്, പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് കേന്ദ്രീകരിച്ചാണ് ഈ ദമ്പതികളായ ഡിയോൾ, ഒപ്പം ഡിയോളുടെ ഭാര്യ അഞ്ജു തുടങ്ങിയ ആളുകൾ ഈ ലഹരി ഇടപാട് നടത്തിയത്. ഇത് കൂടാതെ മറ്റുള്ള ആളുകളിലേക്കും അന്വേഷണം നീങ്ങും. പ്രധാനമായും ഇവർ 3 പേരും ഒരുമിച്ച് പഠിച്ചവരാണ്, സുഹൃത്തുക്കളാണ്. എഡിസൺ തന്നെയാണ് ഇവരെയും ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നത്, ഈ ലഹരി ഇടപാടിലേക്ക് കൊണ്ടുവന്നതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, നിരവധിയായ ഇടപാടുകൾ നടത്തിയതിനപ്പുറം കോടികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ മരവിപ്പിച്ചിട്ടുമുണ്ട്. ഇവരുടെ ബാങ്ക് ഇടപാടുകളെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായും ഈ എഡിസണിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പ്, ഒപ്പം പെൻഡ്രൈവർ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള പ്രതികളിലേക്കും അന്വേഷണം നീണ്ടത്. കൂടുതൽ പ്രതികളിലേക്ക് ഈ ചോദ്യം ചെയ്യലോടുകൂടി അന്വേഷണം നീങ്ങും. മാത്രമല്ല, നിർണായകമായ പല വിവരങ്ങളും ഈ ചോദ്യം ചെയ്യലിലൂടെ ലഭ്യമാകുമെന്ന് തന്നെയാണ് NCBയുടെ പ്രതീക്ഷ. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക്, ഇവരെ കസ്റ്റഡിയിൽ ലഭിച്ച ഉടൻ തന്നെ എഡിസനെ ചോദ്യം ചെയ്യലിലേക്കാണ് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ നീങ്ങുക. നിശ.